ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സോടുകൂടി തേർഡ് ചാപ്റ്ററിൻ്റെ പഠനം നമ്മൾ അവസാനിക്കും. ഇനി നമുക്ക് റിവിഷൻ ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. മാത്രവുമല്ല, തേർഡ് ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ. ഓക്കെ, കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് റൂളിനെ മറ്റ് പേരുകളിലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഒന്നിതാണ് ജംഗ്ഷൻ റൂൾ. ജംഗ്ഷൻ റൂൾ, കിർച്ചോഫ്സ് ഫസ്റ്റ് റൂളിൻ്റെ മറ്റൊരു പേരാണ് ജംഗ്ഷൻ റൂൾ. അതല്ലെങ്കിൽ ഇനിയൊരു പേര് കൂടിയുണ്ട്, ദാറ്റ് ഈസ് കറണ്ട് റൂൾ. കറണ്ട് റൂൾ. ഇങ്ങനെ രണ്ട് പേരുകൾ കൂടെ കിർച്ചോഫ്സിൻ്റെ ഫസ്റ്റ് ലോയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ സ്റ്റേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ മാറി മാറി വരാം. അപ്പോൾ ഫസ്റ്റ് റൂളിൻ്റെ മറ്റ് രണ്ട് പേരുകൾ കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ആൻസർ എന്ന നിലയിൽ ഈ ക്വസ്റ്റ്യൻ അറിയേണ്ടത് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. ഇങ്ങനെ എഴുതാം: algebraic sum of current meeting at a junction is 0. ഇതാണ് കിർച്ചോഫ്സിൻ്റെ ഫസ്റ്റ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ആൽജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. അപ്പോൾ ഒന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ എഴുതാം. അതിങ്ങനെയാണ്: കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതിൽ ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇവിടെ വരയ്ക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഒരു സർക്യൂട്ടിലെ കറണ്ടുകൾ സഞ്ചരിക്കുന്ന പാത സൂചിപ്പിക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഓക്കെ, ജംഗ്ഷനെ ജെ എന്ന് വിളിക്കാം. ഈ ജംഗ്ഷനിലേക്ക് ചില കറണ്ടുകൾ വരികയും ചില കറണ്ടുകൾ ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ കറണ്ടിനും പേര് കൊടുക്കാം. ദിസ് ഇസ് I1, ഇത് I2, I3, I4, I5. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജംഗ്ഷൻ വരച്ചു. ആ ജംഗ്ഷനിലേക്ക് പല വഴിയിലൂടെ കറണ്ട് വരികയും മറ്റ് ചില വഴികളിലൂടെ കറണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അനുസരിച്ച് ഈ ഫിഗറിലുള്ള സാഹചര്യത്തെ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം: I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതാനുള്ള കാരണം, ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളെല്ലാം പോസിറ്റീവായിട്ടും ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് കറണ്ട് പോകുന്ന വഴികളെല്ലാം നെഗറ്റീവായിട്ടും എടുത്തു. എന്നിട്ട് അവയുടെ ആൾജിബ്രായിക് സം എടുത്താൽ അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂളിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ മാർക്കനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. വലിയ മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഈ ഫിഗറും ഇക്വേഷനും എഴുതുക. അതല്ല സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമായിട്ട് നിർത്താം. ഓക്കെ, ഇനി അഡീഷണലായിട്ട് മറ്റൊരു കാര്യം പറയുകയാണ്. ഈ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂള് ഏത് കൺസർവേഷനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുകയാണ്, നോക്കിക്കൊള്ളുക. കിർച്ചോഫ്സ് first rule is a statement of conservation of charge.
കൺസർവേഷൻ ഓഫ് ചാർജ്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സേ എക്സാമിന് വേണ്ട കിർച്ചോഫ്സ് ഫസ്റ്റ് റൂളിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട കിർച്ചോഫ്സിൻ്റെ സെക്കൻഡ് റൂളിലേക്ക് പോവുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് കിർച്ചോഫ്സ് സെക്കൻഡ് റൂൾ. ഈ സെക്കൻഡ് റൂളിന് മറ്റ് രണ്ട് പേരുകൾ കൂടെയുണ്ട്. അതാണ് ഒന്ന് ലൂപ്പ് റൂൾ, മറ്റൊന്ന് വോൾട്ടേജ് റൂൾ. ഓക്കെ, ഇങ്ങനെ രണ്ട് പേരുകൾ കൂടി സെക്കൻഡ് ലോയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോയുടെയും രണ്ട് അഡീഷണൽ പേര് പഠിച്ചു. ഇപ്പോൾ സെക്കൻഡ് ലോയുടെ രണ്ട് പേരാണ്, ഒന്ന് ലൂപ്പ് റൂൾ, മറ്റൊന്ന് വോൾട്ടേജ് റൂൾ. അപ്പോൾ പതിവ് പോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എഴുതാം. ആൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് in a closed circuit is equal to the net EMF in the loop. ഇതാണ് നമ്മുടെ കിർച്ചോഫ്സ് സെക്കൻഡ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വായിക്കാം. അൾജിബ്രായിക് സം ഓഫ് voltage in a closed circuit is equal to the net EMF in the loop. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ വോൾട്ടേജുകളുടെ അൾജിബ്രായിക് സം എടുത്താൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ലൂപ്പിലുള്ള നെറ്റ് EMFന് ഈക്വൽ ആയിരിക്കും. EMF തരുന്ന സെല്ലാണ്. അപ്പോൾ സെല്ലിൻ്റെ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും എന്നായി പറഞ്ഞത്. ഇനി സെല്ലില്ലാത്ത ഒരു ലൂപ്പാണ് പരിഗണിക്കുന്നതെങ്കിൽ അൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് 0 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്ര വിശദാംശങ്ങൾ മനസ്സിലാക്കണമെന്നല്ല, നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനോടൊപ്പം നമ്മൾ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതുകയാണ്. അതിങ്ങനെയാണ്, കിർച്ചോഫ്സ് സെക്കൻഡ് റൂൾ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് of conservation of energy. കൺസർവേഷൻ ഓഫ് എനർജി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് റൂളിൽ പഠിച്ചതുപോലെ തന്നെ സെക്കൻഡ് റൂള് ഒരു കൺസർവേഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ കൺസർവേഷൻ എന്തിൻ്റെയാണ്? എനർജിയുടെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, കിർച്ചോഫ്സ് സെക്കൻഡ് റൂൾ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഈ എനർജിയുടെ സ്ഥാനത്ത് ഡാഷ് ഇട്ടുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാം. ഓക്കെ, അപ്പോൾ തൽക്കാലം കിർച്ചോഫ് സെക്കൻഡ് റൂളിനെ പറ്റി ഇത്ര മാത്രം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യവും നമ്മൾ പഠിച്ചു. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് പലപ്പോഴും ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപക്ഷേ ഈ വരുന്ന സേ എക്സാമിന് ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറൈവ് ദി ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ, വീസ്റ്റൺസ് ബ്രിഡ്ജ്. പക്ഷേ നമ്മളിൽ പലർക്കും വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് കേൾക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഈ ഡെറിവേഷന് വേണമെങ്കിൽ ഈ സേ എക്സാമിന് ഫുൾ മാർക്കും മേടിക്കാം. അത് ഏറ്റവും മിനിമം സ്റ്റെപ്പുകളിൽ മേടിക്കാം. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. നമുക്ക് ആസ് യൂഷ്വൽ ആദ്യം വേണ്ടത് സർക്യൂട്ട് ഡയഗ്രമാണ്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇതൊരു ജംഗ്ഷൻ, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു ഒരു റെസിസ്റ്റൻസ്, താഴേക്കും പോകുന്നു മറ്റൊരു റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഒരു ജംഗ്ഷനാണ്, അവിടുന്ന് താഴേക്ക് വരുന്നു ഒരു റെസിസ്റ്റൻസ്. ഇതൊരു ജംഗ്ഷനാണ്, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു മറ്റൊരു റെസിസ്റ്റൻസ്. വീണ്ടും ഒരു ജംഗ്ഷൻ ലഭിക്കുന്നു, സർക്യൂട്ട് മുന്നോട്ട് പോകുന്നു. ഇനി നമ്മളിവിടെ പരിഗണിച്ച ഒരു കാര്യം ചെയ്യാം, ഇതിന് ആദ്യമേ തന്നെ പേര് കൊടുക്കാം. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 ജംഗ്ഷൻ കണ്ടു.
ഇനി ബി ഡി എന്നീ ജംഗ്ഷനുകൾക്കിടയിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീസ്റ്റൺസ് ബ്രിഡ്ജ് സർക്യൂട്ട് റെഡി. അത്രയേ ഉള്ളൂ. 4 റെസിസ്റ്ററുകളുണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാം. ഇത് നമുക്കിതിലെ കറണ്ട് മാർക്ക് ചെയ്യണം. ഇവിടെ വരുന്നത് I, ഇതിലേ പോകുന്നത് I1, ഇതിലേ പോകുന്നത് I2. ഈ I1 എന്ന കറണ്ട് ഈ റെസിസ്റ്റൻസിലൂടെ കടന്ന് ഈ ജംഗ്ഷനിലെത്തുമ്പോൾ അതിന് മുന്നോട്ട് പോകാൻ 2 വഴിയുണ്ട്. അപ്പോൾ അത് രണ്ടായിട്ട് പിരിയും. ഗാൽവനോമീറ്ററിൽ പോകുന്ന കറണ്ടിനെ നമ്മൾ IG എന്ന് വിളിക്കുന്നു. നേരെ ബി സിയിലൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ I3 എന്ന് വിളിക്കുന്നു. ദെൻ നമ്മളിവിടെ കണ്ട I2 എന്ന കറണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അതിന് പോകാനും ഈ പറയുന്ന പോലെ ഗാൽവനോമീറ്ററിൻ്റെ പാത്തുമുണ്ട്, പിന്നെ DC എന്ന പാത്തുമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒന്നുകൂടെ മാർക്ക് ചെയ്യാനുള്ളൂ. ഈ DCയിലൂടെ കറണ്ട് പോകുന്ന കറണ്ട് ദാറ്റ് ഈസ് I4. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ഏതാണ്ട് ക്ലിയറായി. ഇനി നമ്മൾ റെസിസ്റ്റൻസിന് പേര് കൊടുക്കുകയാണ് PQRS. ഓക്കെ, അങ്ങനെ നമ്മൾ 4 റെസിസ്റ്ററുകളും ഗാൽവനോമീറ്ററും ഉൾപ്പെടുന്ന സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. അതിലൂടെ പോകുന്ന എല്ലാ കറണ്ടുകളും മാർക്ക് ചെയ്തു. ഇനി ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ ഡിറൈവ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ വലിയ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ സ്ട്രെയിറ്റ് അവേ ഡിറൈവ് ചെയ്യുകയാണ്. ഓക്കെ, എഴുതുന്നു. ഫ്രം ഫിഗർ നമുക്ക് എഴുതാം I1P പ്ലസ് IGG മൈനസ് I2R ഈസ് ഈക്വൽ ടു 0. ഇത് ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ ABDA. നോക്കൂ, ABDA എന്നുള്ള ലൂപ്പിൽ ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഇക്വേഷനാണ്. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുകയാണ്. I3Q മൈനസ് I4S മൈനസ് IGG ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയത് PCDP എന്നുള്ള ഈ ലൂപ്പിൽ ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2 ഇക്വേഷൻ എഴുതി. സാധിക്കുന്നവർ അത് മനസ്സിലാക്കി പഠിക്കുക, അല്ലാത്തവർ അത് ബൈഹാർട്ട് ചെയ്യുക. വേറെ വഴി നമുക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത്. ഞാൻ ഈ സ്ക്രീനൊന്ന് 2ആയിട്ട് പിരിക്കുകയാണേ. വീണ്ടും എഴുതുകയാണ്. വെൻ ദി ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ നമുക്ക് എഴുതാം IG ഈക്വൽ ടു 0. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ IG 0 ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എഴുതാവുന്ന 2 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഇതാണ്. I1 ഈക്വൽ ടു I3, അതുപോലെ I2 ഈക്വൽ ടു I4. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ വിട്ടുപോയി. ഞാൻ ഈ 2 ഇക്വേഷനും ഓരോ പേര് കൊടുക്കാൻ കേട്ടോ. ഇതൊന്ന്, ഇത് 2. ഓക്കെ, നൗ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഇതാണ്. അത് കിട്ടുന്ന റിസൾട്ടിന് മുമ്പ് എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാം. അതറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാം. നിലവിൽ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാം. ഇവിടെ I1 ഈക്വൽ ടു I3 ആണ്, I2 ഈക്വൽ ടു I4 ആണ്. അതുകൊണ്ട് ഈ കാണുന്ന ഇക്വേഷനിൽ I3ക്ക് പകരം I1 എന്ന് എഴുതാം, I4ന് പകരം I2 എന്ന് എഴുതാം. 2, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ IG 0 ആണ്. IG 0 ആയാൽ ഈ ടേം ഇല്ല, 0 × G എന്നായി പോവും, ഇത് പോയി. ഇതും 0 ആണ്, 0 × G എന്നായി പോവും, ഇതും പോവും. അപ്പോൾ ബാക്കിയുള്ള ടേമുകളിൽ നിന്ന് ഈ I3ക്ക് പകരം I1 എന്നും I4ന് പകരം I3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളുക. സോ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക I1P ഈസ് ഈക്വൽ ടു I2R ഡിവൈഡഡ് ബൈ, വീണ്ടും അത് തന്നെ, I1Q ഈസ് ഈക്വൽ ടു I2S. ഇവിടെ നമ്മൾ ചെയ്തത് ഈ ടേം 0 ആയിപ്പോയി, പിന്നെയുള്ള ഈ ടേം മൈനസ് ആണ്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി പ്ലസ് ആയി, അതാണ് ഇങ്ങനെ പ്ലസ് ആയത്. ഇവിടെയും അത് തന്നെയാണ്, ഈ ടേം നെഗറ്റീവാണ്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ പോസിറ്റീവ്, അതാണ് ഇവിടെ കണ്ടത്. ഇനി ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് I1 ക്യാൻസൽ ചെയ്യാം, I2 ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടി ഫൈനൽ ഇക്വേഷൻ P/Q ഈസ് ഈക്വൽ ടു R/S. ഇതാണ് നമ്മുടെ വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ
ബാലൻസിങ് കണ്ടീഷൻ ഇക്വേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്യൂട്ട് വരയ്ക്കാൻ അറിയാം. അതിനുശേഷം മിനിമം സ്റ്റെപ്പുകളിലൂടെ ഡെറിവേഷൻ മുന്നോട്ട് പോയിട്ട് ഫൈനൽ ഇക്വേഷൻ എഴുതാനും അറിയാം. ഇനി ഡെറിവേഷൻ സാധിക്കുന്നില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ എന്തായാലും എഴുതുക. വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ഐ ജി ഈക്വൽ ടു 0. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ ഐ ജി 0 ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എഴുതുക. അതിൻ്റെ പിന്നിലുള്ള ഫിസിക്സൊക്കെ നമ്മൾ ക്ലാസ്സിലിരുന്ന സമയത്ത് പഠിച്ചതാണ്. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ മാത്രമാണ് പഠിക്കുന്നത്. നമുക്ക് ജയിക്കാനായി ഒരല്പം ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഡെറിവേഷനെ ഈ രൂപത്തിലേക്ക് മാറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഫിസിക്സ് അല്ല അവിടെ സത്യത്തിൽ പഠിക്കുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യത്തിലെ ഫിസിക്സ് എങ്ങനെ ഉത്തരമായി അവതരിപ്പിക്കാമെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇത് പഠിക്കുക. കണ്ടീഷൻ ഇതാണ്, P/Q = R/S. ഇതും പഠിക്കുക. നമുക്ക് എന്തായാലും എളുപ്പത്തിൽ ഓർത്തിരുന്ന് എഴുതാവുന്ന രണ്ട് കാര്യങ്ങളാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ അധ്യായത്തിൻ്റെ ഡിസ്കഷൻസ്, നമ്മുടെ സേ എക്സാം ഡിസ്കഷൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന അധ്യായത്തിൻ്റെ സേ എക്സാം ഡിസ്കഷൻസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ക്ലാസ് മുതൽ നമ്മൾ അടുത്ത ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. നമുക്ക് ജയിച്ചേ മതിയാകൂ. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.